ഒരു 1.5 വർഷം മുമ്പത്തെ കാര്യം കേട്ടോ. ഒരു ആൺകുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വാങ്ങിച്ചതാണ് ഈ പാവം. അപ്പൊ ആൺകുട്ടി ലില്ലിക്കുട്ടിന്ന് പേരിട്ടതിന് 1.5 വർഷം മുമ്പ് ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഇവിടെ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഈ പാവനെ എടുത്തിട്ട് അറിയാണ്ട് അതിന് വലിയ പെട്ടിയുടെ ഉള്ളില് എടുത്തു വെച്ചു. ആൺകുട്ടിയാണെന്നെങ്കിൽ ഇത് മുഴുവൻ അന്വേഷിച്ച് നടക്കുന്നത് പാവനെ കിട്ടാനില്ല. ഒരു കൊല്ലായിട്ട് പാവ എവിടെ പോയി അഡ്രസ് ഇല്ല. അവസാനം വന്ന് കാണാൻ കഴിഞ്ഞപ്പോണ്ട് ഞാൻ നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പക്ഷെ തുറന്നു നോക്കിയപ്പോ അതേ ഇതിവിടെ പൊളിഞ്ഞു. ഇതിവിടെ കൈ പരിവായി കണ്ട, അതിവിടെയൊക്കെ പോയി. അപ്പൊ ഇതൊന്ന് ഇവിടെയൊക്കെ വേണ്ട കാലിന്റെ അവിടെയൊക്കെ ഇതൊക്കെ ഒന്ന് തുന്നി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തതാ. ഇത് കണ്ടപ്പോ ആൺകുട്ടി ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ഇത് കണ്ടത് ആകെ കൈയൊക്കെ പൊടിഞ്ഞിരിക്കുന്ന കാരണം പ്രശ്നം. അപ്പൊ അത് കാരണം ഇന്നത്തെ പണി ഇതൊന്ന് തുന്നി കൊടുക്കാൻ പോകും. ഓക്കെ, ഇതിന്റെ സെയിം കളറൊന്നും കിട്ടിയിട്ടില്ല. തുന്നി തുടങ്ങാണ്. ചില സമയത്ത് നമുക്ക് തോന്നും പാവകുട്ടികൾക്കും ജീവനുണ്ടെന്ന്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കഥ ഉണ്ടായിരുന്നില്ലേ, പിനോക്കിയോ എന്ന് പേരായിട്ട് ഒരു വയസ്സായ ഒരാള് പാവേന ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുക്കുന്നത്, മൂക്കൊക്കെ നീളുന്നത്. അടുത്തത് കൈയാണ് കേട്ടോ. ഓപ്പറേഷൻ, കൈ ഓപ്പറേഷൻ. ഉൾക്കൂരാൻ പറ്റില്ല അല്ലേ? അതിന് ഈ കളറുന്നില്ല. കാമിക്കുട്ടിയാ സൂചിക്കൂടെ നൂല് കയറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു പാവ ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടില്ലേ? വലിയ വലിപ്പത്തിലുള്ളത്. കൈ ആകെ ആവശ്യമല്ല ഏട്ടാ. കണ്ട കൈ ഒടിഞ്ഞു. വീട് കുറച്ച് ദിവസമായി പറയണ അച്ചാതൊന്ന് ഇന്നാണ് ഒരു ചാൻസ്. പണ്ട് പിനോക്കിയോക്ക് ജീവൻ കൊടുത്ത പോലെ ലില്ലിക്കുട്ടിക്കും ജീവനുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാണല്ലേ ആൺകുട്ടി. തുന്നാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. ഇത് പണ്ട് കളിക്കണ സമയത്തൊക്കെ ചെറിയൊരു കീറലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തുന്നിയിരുന്നെങ്കിൽ ഇത്രയ്ക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. സ്റ്റിച്ചിങ് ടൈം സേവ്സ് 9 എന്ന് പറഞ്ഞിട്ടില്ലേ. നമ്മുടെ തൃശ്ശൂർ ആര്യങ്ങാടിയിൽ പുത്തമ്പള്ളിയുടെ അടുത്താണ് കേട്ടോ ഈ ഒരു കട. വലിയൊരു കടയാണ്, പാവകൾക്ക് വേണ്ടി മാത്രമുള്ള കട. ഒരു സൈഡ് ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടാ. അടുത്ത ഓപ്പറേഷൻ ലില്ലിക്കുട്ടി അല്ലേ? ഇത് അയച്ചെടുക്കാൻ പറ്റില്ല. ഇത് ഈ ഉറുപ്പ് അയച്ചെടുത്തൂടെ? അല്ല ഇത് ഈ ഉറുപ്പ്. ഒരു മിനിറ്റ് അതിന്റെ സൈഡൊക്കെ നോക്കിയേ. അത് ഫുള്ളെടുത്തോ? ചേച്ചി വന്നോ? ചേച്ചി വന്നു. നമ്മുടെ കൈയൊക്കെ പുറത്തെടുത്ത് ദേവതി വന്ന് പറഞ്ഞു കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ഒരാളെ പിടിക്കേണ്ട വരും. ദേവട്ടി സഹായിക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നഴ്സുമാരുടെ സഹായം ആവശ്യമാണ്. ഇടയ്ക്ക് സഹായത്തിന് ദേവട്ടി വന്നപ്പോൾ കുറച്ചും കൂടി ഓപ്പറേഷൻ എളുപ്പമായി.
സെറ്റാവുണ്ട് ഗായ്സ്. സെറ്റാവുണ്ട് ഗായ്സ്. ഗുരുതരമായ പറ്റിയിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എത്ര വലിയ കാര്യമാണെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നാം. പക്ഷേ നമ്മുടെ മക്കൾക്ക് ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടി പ്രിയപ്പെട്ടതാക്കണം. അപ്പോൾ നമ്മുടെ കൈമത്തെ ഓപ്പറേഷൻ സക്സസ് ആയി. പാവം എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല എത്ര നാളും കുട്ടി. കൈ ഓപ്പറേഷൻ കഴിഞ്ഞു. തോന്ന സ്ഥലത്ത് ഓപ്പറേഷൻ ബാക്കിയുള്ളത് ജോലിയുണ്ട്. ഓപ്പറേഷൻ കുറെ സ്ഥലത്ത് മുന്നേ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. വെറുതെ ഓപ്പറേഷൻ ചെയ്തത് ശരിയായില്ല. അപ്പം അതുകൊണ്ട് വീണ്ടും ഓപ്പറേഷൻ ചെയ്യാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് തന്നെ കുളിപ്പിക്കാതിരിക്കോട്ടെ പാവനെ. ഇതൊക്കെ മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം കുളിപ്പിക്കും. ചെറുതാകുമ്പോഴേ വലുതായി വരാം. കൂടെ കഴിഞ്ഞു. ഈ സൈഡ് തുന്നി. ഇവിടെയാണ് പ്രശ്നം. തലയുടെ പിന്നിലാണ് കൂടുതൽ പ്രശ്നം. ഇത്രയ്ക്ക് അപകടം പറ്റിയിട്ടുണ്ടെന്നുള്ളത് അച്ഛന് ഉടുപ്പ് മാറ്റിയപ്പോഴല്ല കാണുന്നത്. നമ്മൾ എത്ര തിരക്കാണെങ്കിലും അവരുടെ സന്തോഷത്തിന് വേണ്ടി അല്പസമയം ചെലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തുക. തലയുടെ ബാക്ക് കഴിഞ്ഞു. ഓക്കെ, പത്രിക എടുത്ത് ചെറിയ മുറി. അവരുടെ സന്തോഷമല്ലേ അല്ലേ നമ്മുടെ സന്തോഷം. അപ്പൊ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇതേ കാല് ഓപ്പറേറ്റ് ചെയ്തു, ബാക്കില് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തു, ഇവിടെ ഓപ്പറേറ്റ് ചെയ്തു, തല ഓപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഉടുപ്പിടിക്കാം അല്ലേ? ആൺകുട്ടി ഉടുപ്പിടിക്കാം. കൈ എങ്ങനെ കിട്ടും? അത് ചുരുട്ടിയിട്ട് എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടാ വേദന എടുക്കും. വേദനിപ്പിക്കാണ്ട് അതൊക്കെ അതൊക്കെ അങ്ങനെ. അടുത്ത കൈ വേദനിപ്പിക്കാണ്ട് കേട്ടാ. ഇല്ല പതുക്കെ 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 പതുക്കെ. എന്തിനു വണ്ണം കഴിക്കി? ടോപ്പിനേക്കാളും കൈയിനേക്കാളും വണ്ണം. കേറ്റി പൊന്നേ. പത്ത് സൈഡ് അങ്ങനെയല്ല തലയായിരുന്നു. പൊളിച്ച് അങ്ങനെ ലില്ലിക്കുട്ടി റെഡി. ആ കുട്ടിയുടെ സന്തോഷം നോക്കിയേ. ലില്ലിക്കുട്ടി റെഡി ആയിട്ടാ. ലില്ലിക്കുട്ടിയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയി. കണ്ട പഞ്ഞിയൊക്കെ പുറത്തു നിന്നിരുന്ന കൈയാണത് കേട്ടാ. രണ്ട് കൈ